എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല ലമ്മത്തുൽ മലായിക വലമ്മത്തുശ് ശൈത്താൻ, ഏതൊരു മനുഷ്യനും ഒരു പിശാചിന്റെ വാസനയുണ്ട്, ഒരു മലക്കിന്റെ വാസനയുണ്ട്. പിശാചിന്റെ ഇൻഫ്ലുവൻസ്, മലക്കിന്റെ ഇൻഫ്ലുവൻസ്. ലിൽ ഇൻസാനി ലമ്മത്തും മിനൽ മലായിക വലമ്മത്തും മിനശ് ശൈത്താൻ. ഏതൊരു മനുഷ്യനും ഒരു മലക്കിന്റെ സ്മെല്ലുണ്ട്, ഒരു പിശാചിന്റെ സ്മെല്ലുണ്ട്. നമ്മുടെ മലക്കിന്റെ സ്മെല്ല് നമുക്ക് സ്വാധീനം കൂട്ടുമ്പോൾ നമുക്ക് നന്മയിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ സാധിക്കുന്നു. നമ്മുടെ പൈശാചികമായ സ്മെല്ല് നമ്മിൽ സ്വാധീനം കൂട്ടുമ്പോ നമ്മൾ നന്മയെ മറക്കുന്നു, നമുക്ക് തിന്മയിലേക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടുന്നു. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ സൗജത്ത്, അവളുടെ പേരും അവളുടെ സ്ഥാനവും ഒക്കെ ഒരേപോലെയാണ്. ഇസ്ലാം മതത്തിൽ സൗജത്ത് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഭാര്യ എന്നാണ്. ഈ പമ്പർന്നോളെ പേരും അതന്നെയാണ്, ഈ പമ്പർന്നോൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം അതന്നെയാണ്. ഈ ഭാവിയിൽ ഏതെങ്കിലും ഒരു ഭർത്താവിന് ഏതെങ്കിലും ഒരു ഭാര്യ എന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞാൽ പോലീസ് FIR അപ്പം തന്നെ എഴുതും, സൗജത്തിന്റെ അക്രമം ഏറ്റിട്ട് ഭർത്താവിന് പരിക്ക് എഴുതിയാൽ മതിയല്ലോ. അപ്പൊ ആ ചരിത്രത്തിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്പൊ താന്നൂർക്കാരുത്തി അഞ്ചുടിക്കാരുത്തി ആയിരിക്കുന്ന സൗജത്ത് എന്ന് പറയുന്ന പമ്പർന്നോൾ. അപ്പൊ അവരുടെ കാമുകൻ ബഷീർ എന്ന് പറയുന്ന സഹോദരൻ ഇന്ന് പോലീസിന്റെ മുമ്പിൽ ഹാജരായിരിക്കുകയാണ്, ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നിട്ട്. നമ്മൾ ഇതിന്റെ ഞെട്ടല് മാറാതെ അങ്ങനെ നിൽക്കുകയാണെന്നർത്ഥം. എന്താണ് പ്രശ്നം? നമ്മുടെ സമുദായത്തിന്റെ കൽബിന്റെ ഉള്ളിൽ ഒരു മൂടി വീണു പോയിരിക്കുക, ഇവിടെയാണ് പ്രശ്നം. ഇനി നമ്മൾ കുറെ ചെയ്യണമെന്ന് നമ്മുടെ സമുദായത്തോട് പറയണ്ട, ഇനി കുറെ ചെയ്യാതിരിക്കണം എന്ന് ഉമ്മത്തിനോട് പറയേണ്ട കാലത്തിരിക്കാൻ. നിങ്ങളിത് ചെയ്യരുത്. അതുകൊണ്ട് ഇനി മനുഷ്യൻ രക്ഷപ്പെടാനുള്ള പോംപടി എന്ന് പറഞ്ഞാല് ചെയ്യലല്ല, ചെയ്യാതിരിക്കുക. കുറെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയെ, എനിക്ക് സ്വർഗത്തേക്ക് അങ്ങയുടെ കൂടെ പോകണം, അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ ചെയ്യണം എന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാ മതി, എന്റെ കൂടെ സ്വർഗത്തിൽ കയറാം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഏതൊക്കെയാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്? ഇദാ ഹഫിൽത ഖൽബക മിനൽ ഹസദ്, നിന്റെ ശരീരത്തെ ഹസദിൽ നിന്ന് നീ ഒന്ന് കാത്തു രക്ഷിച്ചു കഴിഞ്ഞാൽ, ഹൃദയത്തെ. ഇദാ ഹഫിൽത ഖൽബക മിനൽ ഹസദ്, ഹസദിൽ നിന്ന് നമ്മുടെ കൽബിനെ നമ്മൾ രക്ഷപ്പെടുത്തുക. ഞാൻ പറയട്ടെ, നമുക്കൊരു തുള്ളി ബ്ലഡ് കൊടുത്തിട്ട് വീരാഞ്ചിറ അങ്ങാടി പോയിട്ട് ലാബ് ടെക്നീഷ്യന്റെ കയ്യിൽ ആ തുള്ളി ബ്ലഡ് ലാബിൽ കൊണ്ടുപോയി കൊടുത്താല് നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവ് കിട്ടും, നമ്മുടെ ഷുഗറിന്റെ അളവ് കിട്ടും, നമ്മുടെ പ്രഷറിന്റെ അളവ് കിട്ടും, നമ്മുടെ യൂറിക് ആസിഡിന്റെ അളവ് കിട്ടും, നമ്മുടെ ക്രിയാറ്റിന്റെ അളവ് കിട്ടും. നമ്മുടെ ഹ്യൂമൻ അനാട്ടമിയുടെ എല്ലാ ഡയഗ്നോസും നടത്തിത്തരാൻ ഇന്നത്തെ ലാബ് സംവിധാനങ്ങൾ സജ്ജമാണ്. അതിനകത്താണ് നമ്മൾ കുടികൊള്ളുന്നത്. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഹസദിന്റെ അളവ്, നമ്മുടെ അസൂയ, നമ്മുടെ കിബറിന്റെ അളവ്, നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഉജ്ജബ്, നമ്മുടെ റിയാ, നമ്മുടെ സുമഅത്ത്, ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത്. ബാസ് കുറച്ച് ഡിലേയും കുറക്കുക, ബാസും കുറക്കുക. അപ്പൊ ഈ അളവുകൾ എങ്ങനെയാണ് മനുഷ്യന് തിട്ടപ്പെടുത്താൻ സാധിക്കാൻ? ഇല്ല. അപ്പൊ ഹസദ് എന്ന് പറയുന്നത് ശരിക്കും കൊളസ്ട്രോളിനേക്കാളും ഷുഗറിനേക്കാളും ക്രിറ്റിക്കലായ ഒരു അസുഖമാണ്, വലിയ അസുഖമാണ്. പക്ഷെ അത് ഇന്റേണലാണ്, നോട്ട് എക്സ്റ്റേണൽ. ഖൽബിയ അംറാദുൽ ഖുലൂബ്, തസവ്വുഫിന്റെ കിതാബിൽ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറഞ്ഞത് അംറാദുൽ ഖുലൂബ്, അത് ഹൃദയ രോഗങ്ങളാണ്. മനുഷ്യന്റെ ഹൃദയങ്ങൾ ഒരുപാട് ഗൗരവമായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അതിൽ പെട്ടതാണ് അസൂയ. അസൂയ എന്ന് പറഞ്ഞ സാധനത്തിന്റെ ഒരു താരീഫ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്താ, വാട്ട് ഡു യു മീൻ ബൈ അസൂയ? വാട്ട് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് അസൂയ? ഇപ്പോ ഇത് പറയാനും കേൾക്കാൻ അസൂയ പാടില്ല എന്ന് പറയാൻ നല്ല സുഖാണ്, അസൂയ പാടില്ല എന്ന് കേൾക്കാൻ അതിലേറെ സുഖാണ്. പക്ഷെ അസൂയല്ലാതൊന്ന് ജീവിക്കാനുള്ള റിസ്ക് എത്രയാണ്? അതെന്താ, കമ്പാരിറ്റീവ്ലി നമ്മളെങ്ങനെ അസൂയ എന്ന് പറയുന്ന, ഹസദ് എന്ന് പറയുന്ന രോഗം മെല്ലെ പതിയെ പിടികൂടുകയാണ്. അസൂയന്റെ നിർവചനം തന്നെ ഇതാണ്: എനിക്ക് ഞാണ്ട് ഇല്ലെങ്കിലും ശരി, അവനുണ്ടാകാൻ പാടില്ല, അവൾക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമുക്ക് ഉണ്ടായിട്ട് നമുക്ക് സമാധാനം ഉണ്ടാകുകയാണെങ്കിൽ അതൊരു നിഅമത്ത് വളരെയല്ലേ? അതല്ല, തന്റെ അസ്വസ്ഥത തനിക്കുള്ളതോ തനിക്കില്ലാത്തതോ അല്ല, പിന്നെ മറ്റുള്ളവന് ഉണ്ടായി എന്നുള്ളതാണ് തന്റെ അസ്വസ്ഥത. അതാണ് അസൂയ. അങ്ങനെ ഒരു അസ്വസ്ഥത നമുക്ക് ആർക്കെങ്കിലും വരികയാണെങ്കിൽ
അള്ളാഹുവിന്റെ ദീനിന്റെ മജ്‌ലിസാകുന്ന ക്ലിനിക്കിലിട്ടിട്ട് ആ ക്ലിനിക്കാകുന്ന ലാബിലിട്ടിട്ട് അതിനെ ഡയഗ്നോസ് ചെയ്യുകയും അവിടുന്ന് തന്നെ അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കാണുകയും ചെയ്യണം, നിർബന്ധമാണ്. ഇപ്പൊ അതാണ്. ഇപ്പൊ ഒരാള് ഒരുത്തങ്ങനെ ദ്വാരക്കാണ്, പഠിച്ചോനെ ഖുർആന്റെ ഖത്തമാക്കി കുതുബിയത്തയച്ച് എല്ലാം കഴിച്ചിട്ടോ അങ്ങനെ കുറെ കാലം ദ്വാരുന്നു, അള്ളാഹുവേ നീ എന്നെ എം എ യൂസുഫ് അലിയെ പോലെ ആക്കണേ. ഇയാള് കുറെ ദ്വാരുന്നു, നോട്ട് എ റിസൾട്ട്, ഒന്നുമില്ല, ഒരു ഫലമില്ല. കാരണം ഒരുപാട് ദ്വാരന്നിട്ട് എം എ യൂസുഫ് അലിയെ പോലെ ആകാൻ കഴിയണില്ല. മാസങ്ങളോളം വെയിറ്റ് ചെയ്തു, റിസൾട്ട് കിട്ടണില്ല. അപ്പൊ ഇയാൾ തിരിച്ചു ദ്വാരക്കാൻ തുടങ്ങി. ഖുർആന് ഖത്തമ് വേറെ നേർച്ചാക്കി, കുത്തുബിയത്ത് വേറെ നേർച്ചാക്കി. എന്നിട്ട് ശരിക്ക് ഇഖ്ലാസില് നല്ല തഖ്വയിലൊക്കെ കണ്ട് ഇരുന്നാണ്ട് ഇയാള് പിന്നെ ദ്വാരക്കാൻ തുടങ്ങി. പഠിച്ചോനെ ഞാൻ ഈ നേർച്ചാക്കിയ സാധനങ്ങളുടെ ഹക്ക് ജാഗ് ബർക്കത്ത് കൊണ്ട് നീ എന്നെ എം എ യൂസുഫ് അലിയെ പോലെ ആക്കണില്ലെങ്കിൽ അടുത്തതായിട്ടുള്ള എന്റെ ആംബിഷൻ, അള്ളാഹുവേ ദയവ് ചെയ്ത് എം എ യൂസുഫ് അലിയെ എന്നെ പോലെ ആക്കണേ. ദാറ്റ് ഈസ് വാട്ട് ഈസ് അസൂയ. അതിലിപ്പോ നമുക്ക് എന്ത് കിട്ടാൻ, ലോകത്തിന് എന്ത് കിട്ടാൻ? ഇല്ല, ഒന്നും കിട്ടാനില്ല. എന്നാലുണ്ടല്ലോ ഓൻ അതൊക്കെ പോയല്ലോ എന്നുള്ളൊരു സ്വസ്ഥത അല്ലേ, അതിന് സാഡിസം എന്ന് പറയും. മറ്റുള്ളവരെ ആക്രമിക്കണേലും മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യണേലും അവരെ ഹാമിങ്ങും ഹേർട്ടിങ്ങും ആയിരിക്കുന്ന ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നതിലും ഒരു സന്തോഷം പ്രകടിപ്പിക്കുക. ഇത് തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അസൂയ. അപ്പോ ആ ഒരു കുശുമ്പും കുറുമ്പും നമ്മുടെ സ്വഭാവത്തിൽ വരും. നമ്മൾ ആരോട് ഇത് ഷെയർ ചെയ്യൂല. സ്വന്തം അസൂയ ഒരാളോട് ഷെയർ ചെയ്യൂല. അത് അസ്വസ്ഥതയിൽ കാണും. എന്താ, രാത്രി ശരിക്കും ഒന്ന് മലന്ന് കിടന്നിട്ട് ഉറക്കം വരില്ല, അപ്പൊ ചെരിഞ്ഞു കിടക്കും. ചെരിഞ്ഞു കിടന്നിട്ട് ഉറക്കമില്ല, അപ്പൊ എന്തോ ഒരു ശ്വാസത്തിന് ഒരു തിങ്ങല്. അലർജി ഉണ്ടോ? അലർജിന്റെ കുഴപ്പമുണ്ടായിട്ടുള്ള ആസ്തമയാണോ? ഒന്നുമല്ല, ആസ്തമ അല്ലാത്തൊരു ശ്വാസം മുട്ട്. അപ്പൊ എന്താ, അവൻ എന്തോ ഒരു വളർച്ച ഉണ്ടായി, അവൻ എന്തോ ഒരു പ്രോഗ്രസ് ഉണ്ടായി. അപ്പൊ എനിക്കത് കണ്ടിട്ട് ഒരു പിടുത്തം കിട്ടണില്ല, ഒരു ഗ്രിപ്പ് കിട്ടണില്ല. വേഗം നമ്മൾ ചികിത്സിക്കണം. അസൂയയെ ചികിത്സിക്കാനും കരിച്ചു കളയാനുള്ളത് ദിക്റാണ്. ശരിക്ക് ഇപ്പൊ LDL കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂടിയെന്ന് പറഞ്ഞാൽ എത്ര ചെറുപ്പക്കാരെ രാത്രി 3:30 മണിക്ക് അലാറം വെച്ചിട്ട് 3/4 ട്രാക്ക് സ്യൂട്ട് ഇട്ടിട്ട് ഈ വീരാഞ്ചർ അങ്ങാടി കൂടെ ഓടണത് എന്തേ? ഇതൊന്ന് കുറഞ്ഞു കിട്ടാൻ. ഇത് കുറഞ്ഞു കിട്ടാനുള്ള തൃഷ്ണയാണ്. അതിലും വലിയ തൃഷ്ണ നമ്മൾ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുകയാണ്. പരിശുദ്ധ സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കാൻ, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കാരണം പരിശുദ്ധ റസൂലേ എന്ന് പറയുമ്പോ ലോകത്തിന്റെ ആചാര്യനായ ഗുരുനാഥൻ കൊടുക്കുന്ന മറുപടി, ഇദാ ഹഫിൽത ഖൽബക മിനൽ ഹസദ്, നിന്റെ ശരീരത്തെ അസൂയയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്തി തന്നാൽ എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കയറാം. അപ്പൊ നമുക്ക് സ്വർഗം കിട്ടാനുള്ള തടസ്സം വരെ ഈ സാധനമാണ്. ഈ സാധനമാണെങ്കിലോ നമ്മൾ ഒരാളോട് പറഞ്ഞിട്ടില്ല. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും, മരുന്ന് കുടിക്കും, മെഡിസിൻ കഴിക്കും. പക്ഷെ ഇത് നമ്മൾ ഒരാളോട് ഷെയർ ചെയ്തിട്ടില്ല, ഒരാൾ അറിഞ്ഞിട്ടില്ല. ഈ അസ്വസ്ഥത അതാണ് കാരണം. ഇത് അവസാനം മനുഷ്യ ശരീരത്തെ തന്നെ വിറകിനെ കാർന്നു തിന്നുന്നത് പോലെ മനുഷ്യ ശരീരത്തെ തന്നെ അസൂയ എന്ന് പറയുന്ന അസുഖം കാർന്നു തിന്നുന്നതാണ്. അതെല്ലാം നിൽക്കും, ഫിസിക്കലി മാത്രമല്ല, നമ്മുടെ ആത്മീയ ഭാഗങ്ങളെ വരെ അത് ബാധിക്കും എന്നർത്ഥം.